ആരാധകന്റെ പേര് മറ്റേ ആറാട്ടെണ്ണൻ എന്ന് വിളിക്കുന്ന ഒരു തന്നെയല്ലേ? ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു. അവന്റെ ഹൂയിസി എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചു കളഞ്ഞു. ഈസ് മെന്റലി അൺസ്റ്റേബിൾ. ഒരിക്കലും പെണ്ണിട്ടാൻ പോകുന്നില്ല. എനിക്ക് സൗന്ദര്യം ഇല്ല, സിക്സ് പാക്ക് ബോഡി ഇല്ല, എനിക്ക് ഒരിക്കലും പെണ്ണിട്ടാൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആറാട്ടണ്ണനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആറാട്ടണ്ണൻ ഓടി നടന്ന് നാട് നീളെ ഓടി നടന്ന് ഒരു ആക്ട്രസിൻ്റെ അടുത്തും എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ ഷേക്കൻ്റെ കൊടുക്കാൻ പോകുന്നു, അവിടെ നോക്ക് ഇവിടെ നോക്ക്, അങ്ങനെ പലതരത്തിൽ ഊക്കുകൾ കിട്ടുന്നു. എന്നാൽ അതെല്ലാം അന്നേ ദിവസം തന്നെ രാത്രി വന്നൊരു വീഡിയോ ഇട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോകാറാണ് പതിവ്. ആറാട്ടണ്ണനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ റീസെൻ്റ്ലി സാബുമോൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആറാട്ടണ്ണനെ അടിച്ച് അണ്ണപ്പൽ ഏർപ്പിക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ സാബുമോൻ പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ചൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഐശ്വര്യലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിന്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു, അവർ നിരസിക്കുന്നു. ആരാധകന്റെ പേര് മറ്റേ ആറാട്ടെണ്ണൻ എന്ന് വിളിക്കുന്ന ഒരു തന്നെയല്ലേ? അതെ, നമ്മുടെ സ്വന്തം ആറാട്ടണ്ണൻ തന്നെയാണ് ആ ആരാധകൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയത്. എന്നാൽ അന്ന് ആറാട്ടണ്ണൻ ഐശ്വര്യലക്ഷ്മിയെ കാണാൻ അവിടെ പോകുന്നു, ഷേക്കൻഡ് കൊടുക്കാൻ പോകുന്നു. ഐശ്വര്യലക്ഷ്മി എന്നുള്ള രീതിയിൽ അങ്ങ് പറന്ന് നടന്നങ്ങ് പോവുക. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. വൈറലായതിനെ തുടർന്ന് ആറാട്ടണ്ണന് കിട്ടിയിട്ടുള്ള ഊക്കിന് കൈയും കണക്കില്ല. പക്ഷെ ആറാട്ടണ്ണൻ അന്ന് ഞെട്ടിച്ചും കൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. 3 തവണ കൈ കൊടുത്തു വന്നപ്പോൾ ആലോചിക്കണം, എന്തിനു 3 തവണ കൈ കൊടുത്തു? ആദ്യത്തെ വന്നപ്പോഴാണ് പരിചയപ്പെട്ടത്. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് നല്ല പടം പറഞ്ഞു, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഓവറോൾ പടം നല്ല പടം. ഇങ്ങനെ 3 തവണയാണ് കൈ കൊടുത്തത്. അല്ല വെറുതെ കൈ കൊടുക്കലേ ചെയ്താൽ ആളുകൾക്ക് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം. അവസാനം പോകാൻ കാലത്ത് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാണ്. ആ സമയത്ത് അത് വളരെ ബിസിയായി. അതന്നെ അവർ ഒഴിവാക്കി. അവർക്ക് ജാടയാണ്, എന്തൊക്കെയാ പറയണം. ഞാൻ ലൈവിൽ വരും, അവർക്കെതിരെ പറയും, എന്നെ നാട്ടിച്ച് വിട്ടു, എന്തൊക്കെയാ പറയണം. 3 തവണ കൈ കൊടുത്ത് ഞാൻ പറയാം. ആദ്യത്തെ തവണ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട ആറാട്ടണ്ണാണ്, ഓൾ ദി ബെസ്റ്റ് പടം നന്നാവട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമത് കൈ കൊടുത്തത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പറഞ്ഞു, നല്ല ഫസ്റ്റ് ഹാഫ് നല്ല പറഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ അവർ നല്ല പറഞ്ഞു. അതാണ് 3 കൈ കൊടുത്തത്. സത്യത്തിൽ ആറാട്ടണ്ണൻ അന്ന് ഈ ഒരു വിഷയമായി റിലേറ്റ് ചെയ്തിട്ട്, അതായത് ഊക്ക് വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. അത് ഐശ്വര്യലക്ഷ്മിക്ക് ഒരിക്കലും നെഗറ്റീവായിട്ടല്ല വന്നത്, മൊത്തം ആറാട്ടണ്ണനാണ് നെഗറ്റീവായിട്ട് വന്നത്. വല്ല പഠിക്കും പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിലാണ് ആറാട്ടണ്ണൻ എന്ന് നാട്ടുകാർ മൊത്തം ഊക്കി വിട്ടത്. എന്നിട്ട് വീഡിയോയിൽ വന്നിരുന്ന് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ അത് കിട്ടിയിട്ടില്ല, ഞാൻ 3 പ്രാവശ്യം കൈ കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തോ സീരിയസ് ആയിട്ടൊക്കെ അതിനെ ഏറ്റെടുത്തിരുന്ന് സംസാരിക്കും ആറാട്ടണ്ണൻ. എന്തായാലും സാബുവൻ പറയുന്ന കേട്ടോക്കെ. അവൻ ഒരു ദിവസമേ ഞാനൊരു ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടേ, നന്ദു ചേട്ടനില്ലേ, പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെയൊക്കെയാണ്. ആ പുള്ളിയുടെ തന്നെ കൈ കൊടുത്തിട്ട് പോകുന്നേരം പുള്ളിയുടെ തോളിൽ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോൾ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ ചെവിക്കല്ലടിച്ച് പൊടിക്കണ്ടേന്ന് ചോദിച്ചു. അവന്റെ സീരിയസ്ലി ഒരു കാര്യം പറയാം, ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നാമത് സോഷ്യൽ മീഡിയ മൊത്തം നെഗറ്റീവാണ്. ഏറലാണ് ആൾ പൊക്കോണ്ട് കിടക്കുന്നത്. പിന്നെ ഒരാളുടെ കൺസേൺ ഇല്ലാതെ അയാളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്, അങ്ങനെ തൊടേണ്ട കാര്യമില്ല. ഈ ആറാട്ടണ്ണൻ ഈ ആളുടെ തോളിൽ വച്ച് ഉരയ്ക്കുകയും ചെയ്ത് എന്നിട്ട് ഇപ്പുറത്ത് പോയിട്ട് വന്ന് പറയുന്നുണ്ടെന്ന് ഞാൻ എന്തോ വലിയ സംഭവം, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു മാഫിയ സെറ്റപ്പാണ് എന്നുള്ള രീതിയിലൊക്കെ ആറാട്ടണ്ണൻ പറഞ്ഞു വെച്ചെന്നാണ് സാബുമോൻ പറയുന്നത്. നമുക്ക് എന്തെല്ലാം ബാക്കി കേട്ട് നോക്കാം. അപ്പോൾ നന്ദു ചേട്ടൻ എടുത്ത് പറഞ്ഞാടാ, ഞാൻ വല്ല അത് ചെയ്തിട്ട് വേണം ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നവരെല്ലാം കൂടെ എന്നെ തെറി വിളിച്ച് കൊല്ലടാ, അത് വേറൊരു ലോകമാണ്, ഞാൻ എന്തോ ചെയ്യാന് എന്ന് ഹൂയിസി എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചു കളഞ്ഞു. അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ? അതുള്ളതാ. ഇനിയിപ്പോൾ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ മിക്ക വീഡിയോസിലും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഓരോ സ്ഥലത്ത് പോകുന്നു, ഓരോരുത്തർക്ക് കൈ കൊടുക്കാൻ പോകുന്നു. ആ ക്ലിപ്പ് എടുത്ത് വൈറലാകും അല്ലെങ്കിൽ ആക്കുമെന്ന് ആറാട്ടണ്ണൻ തന്നെ അറിയാം. അത് ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നതും ഓരോ സിനിമ, ഓരോ പ്രൊമോഷൻ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ തിയേറ്ററിൽ പടം ഇറങ്ങിയതിന് ശേഷം ആ ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് അവിടെ പ്രൊമോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ആറാട്ടണ്ണൻ്റെ പരിപാടി ഇത് തന്നെയാണ്. അവിടെ പോകുന്നു, കൈ കൊടുക്കാൻ പോകുന്നു. അതിൽ ഊക്ക് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയിരുന്ന് അടുത്ത ദിവസം അവരെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ അവരെ കുറ്റം പറയും. ഇതാണ് പതിവ്. സൗബിനെയൊക്കെ നല്ല പോലെ ഊക്കി കുറ്റം പറയുന്നത് കേട്ടായിരുന്നു. സൗബിൻ കൈ കൊടുക്കാതെ എന്തോ പോയപ്പോൾ ആറാട്ടണ്ണൻ സൗബിനെ എടുത്ത് വെച്ച് നിർമ്മാദിക്കുകയായിരുന്നു. അതുപോലെ ചില സാഹചര്യങ്ങളിൽ ആറാട്ടണ്ണൻ ഇതുപോലെ എടുത്തിട്ട് പ്രതികരിക്കാറുണ്ട്. പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മറ്റേടുത്ത പ്രതികരണം പോലെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഏതോ ഒരു ഊളൻ ഈസ് മെന്റലി അൺസ്റ്റേബിൾ. ആറാട്ടണ്ണൻ മെന്റലി അൺസ്റ്റേബിൾ എന്നാണ് സാബുമോൻ ഇവിടെ പറയുന്നത്. അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ. അതൊരുമാതിരി ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടിയതുപോലത്തെ ഒരു സംസാരമായിപ്പോയി. പക്ഷേ ആറാട്ടണ്ണൻ ചെയ്യുന്ന പ്രവൃത്തികൾ വെച്ചിട്ട് ആറാട്ടണ്ണൻ അർഹിക്കുന്ന ഒരു വിമർശനം തന്നെയാണ്. എന്ന് വെച്ചിട്ട് മെന്റലി അൺസ്റ്റേബിൾ എന്ന് പറയണ്ടായിരുന്നു. അതെനിക്ക് പേഴ്സണലി ആ ഒരു പോയിന്റ് പറഞ്ഞതിൽ താല്പര്യമില്ല. ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്, എന്നിട്ട് അയാൾ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്ന അയാൾ തോളി തട്ടിയിട്ട് പോയാണ്.
അത് പിന്നെ നന്ദുചേട്ടൻ സഹിക്കണം എന്ന് പറഞ്ഞാൽ നന്ദുചേട്ടന്റെ ടെൻഷൻ ഇതാണ്, എടാ ഞാൻ ഇനി വല്ലതും തിരിഞ്ഞു പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഇതാവർ ആണ്. എന്നിട്ട് പുള്ളി എന്തോ അവനെന്തോ തിരിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ മറ്റേ തിരുവനന്തപുരം മാഫിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നന്ദുചേട്ടന് എന്ത് മാഫിയ? തിരുവനന്തപുരം മാഫിയാണ് നന്ദുചേട്ടന ആറാട്ടെണ്ണം പറയണത് തിരിഞ്ഞു നിന്ന്. അണ്ണ ഒരു വല്ലാത്ത സ്വഭാവമാണ്. ഇവൻ ഈ അലിൻ ജോസ് പെരേര അവൻ വേറൊരു ടൈപ്പാണ്. ഇതൊക്കെ കുറെ എണ്ണം കാരണം ഇറങ്ങിയടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കുറെ വിയേർഡ് ആയിട്ടുള്ള കുറെ മനുഷ്യരെ കൊണ്ടുവച്ചിട്ട് യു പീപ്പിൾ കോൾ ദം സെലിബ്രിറ്റീസ്. സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന ആളുകളുടെ ഇംഗ്ലീഷ് വിശേഷണമാണ് സെലിബ്രിറ്റി, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇതൊക്കെ ഒരുമാതിരി ലോട്ടറി അടിച്ച ടൈപ്പിലാണ് ആറാട്ടണ്ണന്റെ അവസ്ഥ. അറാട്ടുകയാണ് ഈ ഒരു സാധനം പറഞ്ഞ് ട്രോളിൽ കയറി അടുത്ത ദിവസം മുതൽ സ്വന്തമായിട്ട് കോട്ടൻ്റെ ആയിട്ട് വന്നിട്ട് ഞാൻ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് നമ്മൾ ആറാട്ടണ്ണൻ. അങ്ങനെ ഒരു ടീം. ഒരാളുടെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ ഈ പറയുന്ന ആർക്ക് അധികാരമുള്ളത്? പുള്ളി എന്ന് പിന്നെ ആളുകൾക്ക് പുള്ളിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ? പുള്ളി ചെല്ലുമ്പോൾ എല്ലാ നടിമാരും ഇതാണോ? അതെ, ആറാട്ടെണ്ണം ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് ഷേക്ക് ഹാൻഡ് കൊടുക്കണം. എനിക്കും അത് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഷേക്ക് ഹാൻഡ് തന്നില്ലെങ്കിൽ അന്ന് അവരുമായിട്ട് വന്നിരുന്ന് കുറ്റം പറയും. സൗബിനൊക്കെ ജാടയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആറാട്ടെണ്ണങ്ങ അടിച്ചിറക്കുമായിരുന്നു. പ്രത്യേകിച്ച് ആറാട്ടെണ്ണനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളെ കൈ തന്നാലും പ്രശ്നമാണ്, കൈ തന്നില്ലെങ്കിലും പ്രശ്നമാണ്, കണ്ടാലും പ്രശ്നമാണ്, നോക്കിയാലും പ്രശ്നമാണ്, ഇല്ലെങ്കിലും പ്രശ്നമാണ്. എല്ലാ നടന്മാർക്കും നടികാർക്കും നിങ്ങളെ കാണുമ്പോൾ തന്നെ പേടിയായിരിക്കും. ഉള്ള കാര്യം പറയാം. കാരണം അടുത്ത ദിവസം രാത്രി നിങ്ങൾ എന്താണ് വീഡിയോ ഇടാൻ പോകണമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലും നടിമാർ വന്ന് ഷേക്കൻഡ് എന്നാൽ പറയും, എനിക്ക് രാത്രിയാകുമ്പോൾ പറയും എനിക്ക് സെക്സ് ആണ്, അടുത്ത് ലിപ് ലോക്ക് അടിക്കാൻ തോന്നുന്നു, എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് രാത്രിയായ പറയുന്നത് ഏതെങ്കിലും നടിമാർ ഷേക്കൻഡ് തന്ന്. അതുകൊണ്ട് ആറാട്ടെണ്ണ നിങ്ങളെ മൊത്തത്തിൽ എല്ലാവർക്കും പേടിയാണ്. ബാക്കി ആറാട്ടെണ്ണം പറയുന്നത് കേട്ടോ. വീഡിയോ ഐശ്വര്യലക്ഷ്മി എനിക്ക് കൈ തന്നില്ല, സംഭവിച്ചാവുന്നല്ല. അവർ 3 മണി എനിക്ക് തിയേറ്ററിൽ വെച്ച് കൈ തന്നാണ്. അതൊന്നും മീഡിയ കാണിച്ചില്ല. ഇതവർ ബിസി ആയതുകൊണ്ടാണ് അവർ കൈകാര്യം പോയത്. അത് മാത്രമാണ് മീഡിയ കാണിക്കുന്നത്. എന്തുകൊണ്ട് മീഡിയ ഇങ്ങനെ കാണിക്കുന്നത്? ആളുകൾക്ക് വേണ്ട ഇതാണ് സ്റ്റാറ്റിസ്, മറ്റുള്ള വേദനിച്ച് എന്റർടൈൻമെന്റ് ചെയ്യാം. ഐശ്വര്യ ഒരു ജാടിയിലൊന്നുമില്ല. അവർ തിയേറ്ററിൽ വെച്ച് 3 മണിയോട് മര്യാദ സംസാരിക്കുകയും കൈ തരുകയും ചെയ്യണം. അത് മാത്രം മീഡിയ കാണിച്ചില്ല. ഇതാണ് മീഡിയയുടെ എത്തിക്സ്. എന്തുകൊണ്ട് മീഡിയയുടെ എത്തിക്സ് ഇങ്ങനെ മോശമായി? ഈ ആളുകൾക്ക് വേണ്ട ഇതാണ്. എനിക്ക് അവരോട് യാതൊരു ദേഷ്യമില്ല. അവരെ ഞാൻ ചേട്ടൻ കൈ കൊടുക്കുമ്പോൾ അവരുടെ ബിസിയാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ പോയത്, ഒഴിവാക്കിയതല്ല. പക്ഷെ എങ്ങനെയാണ് മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യണം? ഇതാണ് മീഡിയയുടെ കളി. ഇതാണ് എന്തുകൊണ്ട് മീഡിയ ഇങ്ങനെയായി? ആൾക്കാർക്ക് വേണ്ടത് ഇതാണ്. മീഡിയയുടെ കേസിലോട്ട് വരുമ്പോൾ ആറാട്ടെണ്ണം ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം. നിങ്ങളെ മൊത്തത്തിൽ എല്ലാവരും കോമാളി കണക്കാണ് കണ്ടിട്ടുള്ളത്. അത് നിങ്ങൾ ആദ്യം സ്വയമേ മനസ്സിലാക്കും. അത് മനസ്സിലാക്കി പെരുമാറാൻ നോക്കും. ഒരു പക്ക കോമാളി കണക്കായിട്ടാണ് നാട്ടുകാർ മൊത്തം നിങ്ങളെ കണ്ടിട്ടുള്ളത്. അതിൽ ഒരു മാറ്റമില്ല. ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. എന്തായാലും സാബുമോൻ ഇനി നിത്യാമേനോൻ കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആറാട്ടെണ്ണനെ കുറച്ച് പറയുന്നുണ്ട്, കേട്ടു നോക്കാം. നിത്യാമേനോൻ എന്ന് പറയുന്ന ഒരു നടിയെ നിരന്തരമായിട്ട് എന്റെ വീട്ടിലെ പെൺകൊച്ചിനെ വല്ലതും ഇങ്ങനെ എതിരുന്നുണ്ടെങ്കിലുള്ള ഞാൻ ഇന്ന് ജയിലിലാണ്. സീരിയസ്ലി നിത്യമേനോൻ കേസിൽ ഞാനും ഒരു കാര്യം പറയാം. ആറാട്ടെണ്ണ നിങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങളെല്ലാം ഇതുപോലെ ശല്യം ചെയ്തിരുന്നെങ്കിൽ അടിച്ചാണപ്പോൾ തെറിപ്പിക്കുമായിരുന്നു. ഉള്ള കാര്യം നിത്യാമേനോന് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പോലെയാണ് ആ പെണ്ണ് നടക്കുന്നത്. നിങ്ങളെ ശല്യം കാരണം അവർ ഒരുപാട് സഹിച്ചു. മെന്റലി ടോർച്ചർ ചെയ്തതിന് കൈയും കണക്കില്ല നിത്യാമേനോണ് നിങ്ങൾ. അത് നിങ്ങൾ ആദ്യം സ്വയമേ മനസ്സിലാക്കുക. എന്തിന് ഇപ്പം കൂടി വിടുന്നില്ല. റീസെൻ്റ്ലി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. എന്തായാലും സംഭവം പറയുന്ന കേട്ടിട്ട് അത് കാണാം. അവനെ കൊന്നിട്ട് ആ പെൺകുട്ടി നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവർ ഫോൺ നമ്പർ മാറ്റി പോകണം. അവർ എത്രയോ ഫോണുകൾ ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അതിന്റെ ഒരു തീവ്രത എന്താണെന്നുള്ളത്? എന്നിട്ട് അവർ നിരസിച്ചു തന്നെ ഇവൻ ഒരു ദിവസം ആശ്രയം എടുത്തോണ്ടെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ആര് ഉത്തരവാദിത്വം പറയും? അതിനുള്ള ഒരിതൊന്നും ആറാട്ടെണ്ണന് ഇല്ല. ആറാട്ടെണ്ണ നിരസിച്ചു കഴിഞ്ഞാൽ രാത്രി വീഡിയോയിൽ കയറുന്ന കൊണ്ടയടി അതിൽ വന്നിരുന്ന അങ്ങ് അടിച്ച് തള്ളു. മറ്റാണ് ജാടയാണ്, മറ്റാണ് മറിച്ചാണ്. ഇത്രയേ ഉള്ളൂ. മാക്സിമം ആറാട്ടെണ്ണൻ്റെ ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് ഭയങ്കര മോശമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരി വല്ല ആണെങ്കിൽ ആറാട്ടെണ്ണ ഇതുപോലെ പറഞ്ഞെങ്കിൽ ഇതിനു മുമ്പേ കയറി ഇടിച്ചാൽ സത്യം ഉള്ള കാര്യം ഞാൻ പറയാം. കാരണം ഇത് ഭയങ്കര മോശമാണ്. കാണുന്ന പെമ്പിള്ളാരടുത്ത് എല്ലാം ക്രഷ്, പ്രാമം, ലിപ് ലോക്ക് അടിക്കണം, കല്യാണം കഴിച്ചാൽ കൊള്ളാം, സെക്സ്കയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുമാതിരി ഡാഡി ഇല്ലാത്ത പരിപാടി പോലെയാണ് ആറാട്ടെണ്ണം കാണിച്ചുകൊണ്ട് നടക്കുന്നത്. അത് വെച്ച് നിർത്തുക. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പുച്ഛം മാത്രം. അപ്പൊ ആ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ വെപ്രാളം എന്തായിരിക്കും? അയ്യോ ഈ കൂട്ടത്തിനിടയിൽ ഇവൻ ഉണ്ടായിരിക്കുമോ, ഇവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയത്തിലല്ലേ. ഒരു മനുഷ്യൻ എങ്ങനെ ഭയത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ഉൾക്കിടലത്തോടെ ജീവിക്കുന്നത്. ഇത്രയും സംഭവം പറഞ്ഞു. ഇനി ആറാട്ടെണ്ണൻ വീണ്ടും നിത്യാമേനോനെ കുറിച്ച് പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. റിജക്ട് ചെയ്തു. കാരണം ഇത് OCD ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിത്യമേനോനെ റിജക്ട് ചെയ്ത. നിത്യമേനോന്റെ ഫാദർ നല്ല മനുഷ്യനാണ്. പക്ഷെ
നിത്യമേനോന്റെ അമ്മയെ പോലെയാണ്. എനിക്ക് ഓസ്ട്രേലിയൻ ഉണ്ടായതുകൊണ്ടാണ് എന്നെ റിജക്ട്. അതായത് നിത്യ മേനോൻ ആറാട്ടണ്ണൻ OCD ഉള്ളത് കൊണ്ടാണ് ആറാട്ടണ്ണന് റിജക്ട് ചെയ്തത്. എൻ്റെ പൊന്നണ്ണ, ഞാൻ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നിത്യ മേനോൻ എന്ന് പറയുന്ന ആക്ട്രസ് ആറാട്ടണ്ണനെ കെട്ടിക്കഴിഞ്ഞാൽ മലയാളക്കാരെ മൊത്തം അന്തം വിട്ടിരിക്കും. അല്ലെങ്കിൽ അണ്ണൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അന്തം വിടും. അത് അണ്ണൻ താഴേക്കടയിലാണെന്നോ നിത്യ മേനോൻ ഹൈ റേഞ്ച് ആണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതങ്ങനെയാണ്. അത് നിങ്ങളതിനെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കും. നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങൾ തന്നെയാണ് ഒരു കോമാളി എന്നുള്ള ഇമേജാണ് നിങ്ങൾക്ക് സൊസൈറ്റിയിൽ കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങളായിട്ട് തന്നെ ചോദിച്ചു വാങ്ങിച്ച് വരുത്തി വെച്ചാണ്, വേറെ ആരുമായിട്ട് കൊണ്ട് തന്നതല്ല. ഇരുന്ന് കൊണ്ടടിക്കുമ്പോൾ ആലോചിക്കുന്നു എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. നിങ്ങൾ ആ ഒരു ആറാട്ടുകയാണെന്നുള്ള സാധനം പറഞ്ഞ് വൈറലാവുന്നു. അതേ തുടർന്ന് താൻ തന്നെ തനിയെ ഒരു കോമാളിയായി സമൂഹത്തിലോട്ട് മാറുകയാണ്. അല്ലാണ്ട് എനിക്കിതിൽ എന്താ പറയാൻ. എന്തായാലും സാബുമോൻ്റെ ഈ ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ ആറാട്ടണ്ണൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു. എനിക്കത് മനസ്സിലായില്ല. നോക്കാം. ചുറ്റുമുള്ള ഇടത്തുകൾ പറഞ്ഞാൽ നിത്യമേന എനിക്കത് സംസാരിക്കേണ്ടത്. അവർക്ക് സത്യാവസ്ഥ അറിയില്ല. ഈ പറയുന്ന ഒരു മാനസിക രോഗം ഉണ്ടെന്ന് സാബുമോൻ പറഞ്ഞിരിക്കുക. ഒരു മാനസിക രോഗ ആള് ചെവിക്ക് അടിക്കുക, കൊല്ലുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. എന്നാൽ മനുഷ്യത്തിനെ പറ്റി സംസാരിക്കും. ഞാൻ പറഞ്ഞില്ല, സീരിയസ്ലി സാബുമോൻ മാനസിക രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല. അല്ലാണ്ട് ആറാട്ടണ്ണന് അടിയിൽ ഒരു കുറവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ കൂടിയൊക്കെ ഉണ്ടാതാനും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആറാട്ടണ്ണൻ്റെ കല്യാണം കഴിയാത്തതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ആറാട്ടണ്ണൻ പറയുന്നത് കേട്ടു നോക്കാം. എനിക്ക് ഒരിക്കലും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. എനിക്ക് സൗന്ദര്യമില്ല, സിക്സ് പാക്ക് ബോഡി ഇല്ല, എനിക്ക് ഒരിക്കലും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. ഒന്നുമില്ല. ഇപ്പോഴത്തെ പെണ്ണിനെ ആഗ്രഹിക്കുന്ന സിക്സ് പാക്ക് ബോഡിയോ ഒന്നും എനിക്കില്ല. സത്യം ആറാട്ടണ്ണൻ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി ആറാട്ടണ്ണൻ ഈ പരിപാടിയൊക്കെ വെച്ച് നിർത്തുന്നതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ എന്തായാലും സത്യം സ്വയമേ തന്നെ തിരിച്ചറിഞ്ഞല്ലോ, സ്വയമായിട്ട് പെണ്ണ് കിട്ടത്തില്ല. അപ്പം ഇനി ഇതിൻ്റെ പുറകെ നടക്കാതിരിക്കുക, സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി ചുമ്മാ ഓസിന് കിട്ടിയൊരു ഫെയിം അതിനെ കൊണ്ടിട്ട് തൊലച്ച് നാറാണത്താക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആറാട്ടണ്ണൻ. എനിക്കല്ലാതെ നിങ്ങളെ പറ്റി കൂടുതൽ ഒരു കാര്യം പറയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ്.